വെൽക്കം ടു സ്റ്റൂ ട്രെൻഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്റർ +1 ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ചാപ്റ്ററിനകത്ത് എപ്പോഴും ഈ പറയുന്ന ഡെറിവേഷൻസും അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസും ആയിരിക്കില്ല വരിക. ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരാറുള്ള പ്രോബ്ലംസ് തന്നെയാണ്. സോ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതും ഇനി ആ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതുമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ പുതിയൊരു അപ്ഡേറ്റ്സ് ഉണ്ട്. സ്റ്റുട്രെൻഡിന്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. സോ മോക്ക് ടെസ്റ്റുകളും അഡീഷണൽ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെ കിട്ടും. കംപ്ലീറ്റ്ലി ഫ്രീ ആക്സസ് ആണ്. ₹1 പോലും നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതർവൈസ് ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഉണ്ട്. ഓക്കെ, ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് പ്രോബ്ലംസിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഒരു കണക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള കണക്കുകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 ഇമ്പോർട്ടന്റ് ഫോർമുലാസ് അറിയണം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ 3 ഫോർമുലാസിൽ ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് V = U + AT. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് V² = U² + 2AS. ലാസ്റ്റ് വൺ S = UT + ½ AT². ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത 3 ഫോർമുലാസ്. ഈ 3 ഫോർമുലാസും വൃത്തിയായിട്ട് ഒരു കുട്ടിക്ക് അറിയാമെങ്കിൽ ഇതിലുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് പക്കയായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫോർമുലാസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടേംസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ഈ ഫോർമുലാസിൽ പല ടേംസും വരും, അതൊക്കെ എന്താണെന്നുള്ള ഐഡിയ നമുക്ക് വേണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം V പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിനെയാണ് നമ്മൾ V എന്ന് പറയാ. V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിനെയാണ് V എന്ന് പറയാ. അതിന്റെ യൂണിറ്റ് m/s ആണ്. അതിന്റെ യൂണിറ്റ് m/s ആണ്. അടുത്ത എന്താണ് U? U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിനെയാണ് U എന്ന് പറയാ. അതിന്റെ യൂണിറ്റും m/s ആണ്. U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതിന്റെ യൂണിറ്റും m/s ആണ്. അടുത്തത് A എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. യൂണിറ്റ് m/s² ആണ്. യൂണിറ്റ് m/s² ആണ്. പിന്നെ ഒരു കാര്യം പറയാം, ചില ചോദ്യങ്ങളിലത്ത് ആക്സിലറേഷന് പകരം ഇറ്റ് ഈസ് റിട്ടാർഡഡ്. എന്താണ് പറയാ? റിട്ടാർഡഡ്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ചില ചോദ്യങ്ങൾ ഇറ്റ് ഈസ് റിട്ടാർഡഡ് വിത്ത് 5 m/s² റിട്ടാർഡഡ് മോഷൻ ആണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ അവിടെ എന്താണ് എഴുതുക? -5 m/s² എന്ന് എഴുതും. എനിക്ക് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? -5 m/s² എന്ന് പറയും. ക്ലിയർ അല്ലേ? റിട്ടാർഡേഷൻ ആണെങ്കിൽ അതിൽ തന്നിരിക്കുന്ന വാല്യൂ മൈനസ് ആയിട്ട് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? ആക്സിലറേഷന് കൊടുക്കുക. അത് എപ്പോഴും മറക്കാതിരിക്കണം കേട്ടോ. അപ്പൊ എന്താണ് റിട്ടാർഡേഷൻ, എന്താണ് ആക്സിലറേഷൻ ഉള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് വേണം. അടുത്ത കാര്യം S എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, യൂണിറ്റ് മീറ്റർ ആണ്. S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, യൂണിറ്റ് മീറ്റർ ആണ്. എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാ. സോ ഡിസ്പ്ലേസ്മെന്റ് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് T ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം ആണ്, യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അത് നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായിരിക്കണം. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് ഈ ഫോർമുലാസ് ബേസ് ചെയ്തിട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് ക്ലിയർ ഐഡിയ വേണം. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈ പ്രോബ്ലംസ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ആദ്യം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെസ്റ്റ്. ചില ചോദ്യത്തില് ദ ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയും. അതായത് ആ ബോഡി തുടങ്ങുന്നത് റെസ്റ്റിൽ നിന്നാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ U = 0. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. When a body starts from rest, we have to put initial velocity as 0. Next one, ഒരു ബോഡി എൻഡ് അപ്പ് ഇൻ റെസ്റ്റ് എന്ന് പറയും. എൻഡ് അപ്പ് അതായത് അവസാനം എത്തുന്നത് റെസ്റ്റിലോട്ടാണ്. ഒരു കാർ ഓടിയിട്ട് അവസാനം നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബോൾ ഉരുട്ടി വിട്ടിട്ട് അവസാനം സ്റ്റോപ്പ് ആവുകയാണ്, അല്ലെങ്കിൽ റെസ്റ്റിലോട്ടാണ് എൻഡ് അപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഫൈനൽ വെലോസിറ്റി V = 0 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു ബോഡി തുടങ്ങുന്നത് റെസ്റ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് കൊടുക്കും. ഒരു ബോഡി അവസാനിക്കുന്നത് റെസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് കൊടുക്കണം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്.
നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രോബ്ലംസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം യൂണിറ്റ് ഓരോ ചോദ്യങ്ങളിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കൈൻഡ് ഓഫ് പ്രോബ്ലംസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫസ്റ്റ് യൂണിറ്റ് കൺവേർഷൻ എന്തെന്ന് വെച്ചാൽ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. എന്താണ്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറയും. സോ ആ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ ഇൻറ്റു 5/18 5/18 വെച്ച് ഗുണിച്ചാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? 5/18 വെച്ച് ഗുണിച്ചാൽ മാത്രം മതി. ഒരു ഉദാഹരണം നോക്കിയാലോ. 30 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് എങ്ങനെ മാറ്റാം നമുക്ക്? ഈക്വൽ ടു 30 × 5/18 ഈക്വൽ ടു 30 × 5/18. ക്ലിയർ അല്ലേ? സോ ഈ രൂപത്തിലാണ് നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുന്നത്. ഒരു ഉദാഹരണം, ഇപ്പൊ 36 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് എങ്ങനെ മാറ്റാം? 36 × 5/18 18 36 കൂടി ക്യാൻസൽ ചെയ്താൽ 2 ടൈം. അപ്പൊ എത്ര വരും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിലാണ് കിലോമീറ്റർ പെർ അവറിനെ ഇതിലോട്ട് മാറ്റുന്നത്, മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് കൺവേർഷൻസ് പറയാം. രണ്ടാമത്തെ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല, എന്നാൽ കൂടി പറയാം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് എങ്ങനെ മാറ്റാം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് ഏത് തരത്തിൽ നമുക്ക് മാറ്റാം? വളരെ സിമ്പിൾ ആണ്. 18/5 വെച്ച് ഗുണിച്ചാൽ മതി. ഏത് വെച്ച് ഗുണിക്കണം? 18/5. മുൻപില് 5/18 ആയിരുന്നു, ഇവിടെ 18/5 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. വളരെ സിമ്പിൾ ആണ്. സോ ഒരു ഉദാഹരണം, ഇപ്പൊ 15 മീറ്റർ പെർ സെക്കൻഡിന് നമുക്ക് കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15 × 18/5 15 × 18/5 എന്ന് ചെയ്യാം. വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇതിനൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തേല് 5/18 ആണ്. അപ്പോ 5 ആണ് സ്മോളസ്റ്റ് വാല്യൂ. സോ മീറ്ററിലോട്ടാണ് മാറ്റുന്നത്. കിലോമീറ്റർ വലുതും മീറ്റർ ചെറുതും അല്ലേ? സോ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 5 മുകളിൽ വരും. സെയിം വേ നമ്മൾ കിലോമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 18 മുകളിലോട്ട് വരും. കാരണം കിലോമീറ്റർ വലുതാണ്. സോ 18 വലിയ വാല്യൂ 18 മുകളിൽ വരും. സോ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. സോ 3 ഫോർമുലാസ്, റസ്റ്റിന്റെ കണ്ടീഷൻസ് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, റിട്ടാർഡേഷന്റെ കണ്ടീഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കുക, ഈ പറയുന്ന യൂണിറ്റ് കൺവേർഷൻസും മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ബോർഡിൽ ഞാൻ ചോദ്യം എഴുതിയില്ല. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് എലോങ് എ സർക്കുലർ ട്രേസ് ഓഫ് റേഡിയസ് r. റേഡിയസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ഹാഫ് റെവല്യൂഷൻ? ചിലർക്ക് കാര്യം മനസ്സിലായില്ല, ചിലർക്ക് മനസ്സിലായില്ല. ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതൊരു സർക്കുലർ പാത്താണെന്ന് വെക്കാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ ഒരു മോഷനില് ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ഓക്കെ, സോ ഇതൊരു സർക്കുലർ പാത്ത് ആണെന്ന് വെക്കുക. സോ ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് തുടങ്ങിയിട്ട് ബി വരെ എത്തിയിട്ടുള്ളൂ. ഹാഫ് ഓഫ് ദ റെവല്യൂഷൻ ആണ് ഇത് ചെയ്തത്. സോ ബി വരെ എത്തി. സോ ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അവർ തന്നിരിക്കുന്ന ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. A particle is moving along a circular trace. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. Of radius capital letter R. അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. What is the distance traveled and displacement of the particle in half revolution? ഇതിന്റെ പകുതി റെവല്യൂഷൻ സമയത്ത് അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം. ആദ്യം നമുക്ക് ഇതിന് ഒന്നാമതായിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിച്ച ദൂരമായിരുന്നു ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇപ്പൊ സർക്കുലർ പാത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2πr ആണ്. അതായത് ഒരു സർക്കുലറിന്റെ സർക്കംഫറൻസ് എത്രയാണ്? 2πr ആണ്. നമുക്ക് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr. ഇവിടെ റേഡിയസ് ക്യാപിറ്റൽ R ആയത് കാരണം 2π ക്യാപിറ്റൽ R ആണ് സർക്കംഫറൻസ് എന്ന് പറയാം. ഓക്കെ, സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഹാഫ് ഓഫ് ദ റെവല്യൂഷൻ അല്ലേ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇതിന്റെ പകുതി ആയിരിക്കില്ലേ? ടോട്ടൽ സർക്കംഫറൻസിന്റെ പകുതിയാണ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ടോട്ടൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ഇവിടെ പകുതി റെവല്യൂഷൻ മാത്രമേ ഒബ്ജക്റ്റ് കവർ ചെയ്തിട്ടുള്ളൂ. എയിൽ നിന്ന് തുടങ്ങിയിട്ട് ബി വരെ എത്തിയിട്ടുള്ളൂ. പിന്നെയും എ എത്തിയിട്ടില്ല, ബി വരെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കംഫറൻസിന്റെ പകുതി വരും. സോ 2 ക്യാൻസൽ ചെയ്ത ബാക്കി എത്ര വരും? πr എന്ന് വരും. πr ആണ് നമ്മുടെ
ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ടാമത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ എന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ആദ്യത്തേതും അവസാനത്തേതുമായ പൊസിഷൻസ് തമ്മിലുള്ള ദൂരത്തിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. സോ എയും ബിയും തമ്മിലുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. സോ എത്രയാണ്? നമുക്കറിയാം ഇതിന്റെ റേഡിയസ് r ആണെങ്കിൽ ഇവിടെയും r. സോ ടോട്ടൽ r plus r എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു r plus r ഈക്വൽ ടു 2r എന്ന് വരും. ഡിസ്പ്ലേസ്മെന്റ് 2r എന്ന് വരും. ക്ലിയർ അല്ലേ? സോ എയിൽ നിന്ന് തുടങ്ങിയിട്ട് ബിയിലോട്ട് വരുമ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ക്ലിയർ ഐഡിയ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അതിന് ആകെ ആവശ്യമുള്ള കാര്യം ഈ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ ആണ് 2πr എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് 2 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് കേട്ടോ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഗീവ്സ് ഡാഷ്. പൊസിഷൻ ടൈം ഗ്രാഫ് അതിന്റെ സ്ലോപ്പ് എന്താണ് തരുന്നത്? ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബോഡി പൊസസിങ് 0 വെലോസിറ്റി and that is still accelerating. വെലോസിറ്റി 0 ആയിട്ട് ആക്സലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ എക്സാമ്പിൾ ആണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് തരുന്ന ചോദ്യം. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു. സോ എപ്പോഴും ടൈം ഏത് ആക്സിസിലായിരിക്കും ഉണ്ടാവുക? ടൈം എക്സ് ആക്സിസിലും പൊസിഷൻ ഏത് ആക്സിസിലാണ്? വൈ ആക്സിസിലും ആയിരിക്കും. സോ ഞാൻ ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ ഇങ്ങനെ പോയി നോക്കി. അതിന്റെ സ്ലോപ്പ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ് തരിക? നമുക്കറിയാം സ്ലോപ്പ് ഈക്വൽ ടു, ഇപ്പൊ ഇതാണ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side എന്ന് പറയില്ലേ? സോ ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dt എന്ന് വരും. dx ഡിവൈഡഡ് ബൈ dt. കറക്റ്റ് dx ആയിരിക്കില്ല വരിക, dx വരും. കാരണം ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസും ഫൈൻ. സോ സ്ലോപ്പ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dt എന്ന് വരും. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ്? വെലോസിറ്റി ആണ്. സോ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെലോസിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദ വെലോസിറ്റി എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബോഡി പൊസസിങ് 0 വെലോസിറ്റി ബട്ട് സ്റ്റിൽ ആക്സലറേറ്റിംഗ്. വെലോസിറ്റി 0 ആയിട്ട് ആക്സലറേഷൻ ഉള്ള ബോഡിക്ക് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 എക്സാമ്പിൾ. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പെൻഡുലം ആണ്. പെൻഡുലത്തിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ പോകുമല്ലോ പെൻഡുലം. നമുക്കൊരു അറിയാം, ഒരു പെൻഡുലം ഞാൻ ഇവിടെ തൂക്കിയിട്ട് കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഈ എൻഡിലോട്ടും ആടും, ഈ എൻഡിലോട്ടും സ്വിങ് ചെയ്യും. സോ ഈ പറയുന്ന അൾട്ടിമേറ്റ് പോയിന്റിനകത്ത് പെൻഡുലം ഇങ്ങോട്ട് സ്വിങ് ചെയ്യുമ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് ഉണ്ടല്ലോ, സെയിം വേ ഇങ്ങോട്ട് സ്വിങ് ചെയ്യുമ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് ഉണ്ടല്ലോ, ഈ 2 എക്സ്ട്രീം പോയിന്റുകളിലും വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷെ അതിൽ എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. ഒരു പെൻഡുലത്തിന്റെ 2 എക്സ്ട്രീം പോയിന്റുകളിലും അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റുകളിൽ വെലോസിറ്റി 0 ആയിരിക്കും, ആക്സലറേഷൻ ഉണ്ടാവും. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? പെൻഡുലം മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ എക്സ്ട്രീം പോയിന്റുകളിൽ വെലോസിറ്റി 0 ആണ്, പക്ഷെ ആക്സലറേഷൻ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ സെന്റൻസിൽ എഴുതണം. ഞാൻ ജസ്റ്റ് പെൻഡുലം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കല്ല്, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു കല്ല് ഞാൻ മുകളിലോട്ട് എറിയാണ് കേട്ടോ. കല്ല് ഞാൻ മുകളിലോട്ട്, ഇവിടെ താഴെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഞാൻ ഒരു കല്ല് ഇങ്ങനെ മുകളിലോട്ട് എറിയാണ്ട്, കല്ലിന്റെ പാത്താണ് ഞാൻ താഴെ വരച്ചിരിക്കുന്നത് കേട്ടോ. കല്ല് ഇവിടെ ഞാൻ എറിഞ്ഞിട്ട് മുകളിൽ എത്തിയിട്ട് വീണ്ടും താഴോട്ട് വരികയാണ് അല്ലേ? ശരിയല്ലേ? സോ ഈ കല്ലിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയ ഈ പോയിന്റിൽ പിന്നെ നമ്മൾ കല്ല് താഴോട്ട് വരികയാണ് കേട്ടോ. ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു, ഒരു സെർട്ടൻ ഹൈറ്റ് എത്തി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരുമല്ലോ, ഗുരുത്വാകർഷണം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിനകത്ത് ഈ കല്ലിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം ആ പോയിന്റിൽ കല്ലൊന്ന് നിന്നിട്ടാണ് താഴെ വരിക അല്ലെ? ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഒരു സെക്കൻഡ് ഇങ്ങനെ നിന്നിട്ട് സ്റ്റേഷനറി ആയിട്ടാണ് താഴെ വരിക. സോ ആ പോയിന്റിൽ ആ കല്ലിന്റെ വെലോസിറ്റി എന്താണ്? 0 ആയിരിക്കും. പക്ഷെ അതിന് ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പൊ 2 എക്സാമ്പിൾ ആണ്. ഒന്ന് സ്റ്റോൺ ത്രോൺ അപ്വേർഡ്,
ഓക്കെ ക്ലിയർ. അപ്പൊ രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന് സിമ്പിൾ പെൻഡുലം ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കല്ല് നമ്മൾ മേലോട്ട് എറിയുമ്പോൾ ആ എക്സ്ട്രീം പോയിന്റിൽ കല്ല് ഒന്ന് റെസ്റ്റിൽ നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്. സോ ആ അറ്റത്തെ പോയിന്റിനകത്ത് കല്ലിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ അതിനെന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. സോ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ. ഒന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യങ്ങളെല്ലാം ഒരു മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പരീക്ഷകളിൽ ഒരു മാർക്കിന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുവരാറുണ്ട്. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലൂടെ അടക്കാം. മൂന്നാമത്തെ ചോദ്യം ഒരു ഗ്രാഫ് ബേസ് ചെയ്ത ചോദ്യമാണ്. നമ്മൾ കുറേ ഗ്രാഫുകൾ നമ്മുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ഒക്കെ അകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. സോ അതിന്റെ കണ്ടീഷൻസ് അവർ പ്രൊവൈഡഡ് ആണ്. സോ അതിന്റെ ബേസ് ചെയ്ത് നമ്മൾ ഗ്രാഫാണ് വരയ്ക്കാനുള്ളത്. സോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. എ കാർ ആക്സലറേറ്റിംഗ് ഫ്രം റെസ്റ്റ്. ഒരു കാർ റെസ്റ്റിൽ നിന്ന് ആക്സലറേറ്റ് ചെയ്ത് വരികയാണ്. ഫോർ സം ടൈം മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതിനുശേഷം യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് കംസ് ടു റെസ്റ്റ്. വീണ്ടും എന്താണ്? റെസ്റ്റിലോട്ട് വരികയാണ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. യൂണിഫോം റിട്ടാർഡേഷനിൽ വീണ്ടും റെസ്റ്റിലോട്ട് വരികയാണ്. ആ കാറിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വലുതായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ എക്സ് ആക്സിസിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്. എക്സ് ആക്സിസിൽ എന്തായിരിക്കും? ടൈം ആയിരിക്കും. എല്ലാവർക്കും അറിയാം എക്സ് ആക്സിസിൽ നമ്മൾ ടൈം ആണ് കൊടുക്കുക. വൈ ആക്സിസിൽ നമ്മൾ എന്ത് കൊടുക്കും? വെലോസിറ്റി നമ്മൾ കൊടുക്കും. ഇവിടെ ഒറിജിൻ അതായത് 0. ഫൈൻ. സോ ഇങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഒരു ആക്സിസ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇതിന് നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് ഉറപ്പായും തരും. നിങ്ങൾ ഇവിടെ എന്ത് കാണിച്ചാലും ഈ പ്രോപ്പർ പ്ലോട്ടിങ്ങിന് ഒരു 1/2 മാർക്ക് പരീക്ഷയിൽ തന്നിരിക്കും. സോ എക്സ് ആക്സിസിൽ എന്താണ്? ടൈം ആണ്. വൈ ആക്സിസിൽ വെലോസിറ്റി ആണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കാം. ദെൻ ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കാം. എ കാർ ആക്സലറേറ്റിംഗ് ഫ്രം റെസ്റ്റ്. റെസ്റ്റ് എന്നാണ് ഒരു കാർ ആക്സലറേറ്റ് ചെയ്യുന്നത്. സോ റെസ്റ്റ് നിന്ന് ഒരു കാർ ആക്സലറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. പിന്നെ കുറച്ച് സമയത്തിലോട്ട് എന്താണ്? യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സെയിം ആയിരിക്കും. സോ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. അതിനുശേഷം ആൻഡ് കം ടു റെസ്റ്റ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. യൂണിഫോം റിട്ടാർഡേഷനോടെ റെസ്റ്റിലോട്ട് വരുന്നു. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ചോദ്യം. ഇത്രയേ ഉള്ളൂ ഉത്തരം. വളരെ സിമ്പിൾ ആണ്. സോ ആദ്യം റെസ്റ്റിൽ നിന്ന് യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്തു. അതിനുശേഷം യൂണിഫോം വെലോസിറ്റി ആയി. പിന്നെ റിട്ടാർഡേഷൻ വന്നു. ക്ലിയർ അല്ലേ? സോ ഈ രൂപത്തിലാണ് നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2 മാർക്കിന്റെ ചോദ്യമായിട്ട് തന്നെ ഇത് ചോദിക്കാം. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓരോ സമയത്തും ആ മോഷനിൽ എന്താണ്, ഏത് കൈൻഡ് ഓഫ് മോഷൻ ആണെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലൂടെ കിടക്കുന്നത്. ഇത് പൂർണ്ണമായും ഒരു പ്രോബ്ലം ആണ്. ഇത്ര നേരം നമ്മൾ കുറച്ച് കൺസെപ്റ്റുകളും ഗ്രാഫുകളാണ് നോക്കിയത്. ഇവിടെ പക്ഷെ കംപ്ലീറ്റ്ലി നമ്മളൊരു പ്രോബ്ലം ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ ഡാറ്റാസ് എല്ലാം ഇതിനകത്ത് ചോദ്യത്തിൽ തന്നെ കംപ്ലീറ്റ്ലി ഗിവൺ ആണ്. നമുക്ക് ചോദ്യം ആദ്യം വായിക്കാം. എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് എ സർട്ടൻ വെലോസിറ്റി subjected to a retardation 4 meter per second square. Retardation ആണ് കേട്ടോ. 4 meter per second square. If it returns to its starting point in 12 seconds, calculate the initial velocity. If it returns to its starting point in 12 seconds, calculate the initial velocity. ഇതാണ് നമ്മുടെ ചോദ്യം. സോ ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആൻസറിൽ ആദ്യം എഴുതേണ്ടത് ഗിവൺ ഡാറ്റയാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ എന്തൊക്കെയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നമുക്ക് എടുത്തെഴുതാം. ആ ബോഡി റിട്ടാർഡേഷൻ ആണ് 4 meter per second square. സോ A ഈക്വൽ ടു എത്ര എഴുതാം? -4 meter per second square. ഞാൻ പറഞ്ഞു റിട്ടാർഡേഷൻ ആണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവിൽ എഴുതിയത് മതി. ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ഇറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ 12 seconds. ടൈം തന്നിട്ടുണ്ട് 12 seconds. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? u ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയാണ് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യം. ഇത്രയാണോ തന്നിരിക്കുന്ന കാര്യം? അല്ല, ഒരു കാര്യം കൂടി അഡീഷണലി തന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. If it returns to its starting point, അത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തന്നെ വരികയാണ്. ഇപ്പൊ എയിൽ നിന്ന് തുടങ്ങിയിട്ട് വീണ്ടും വട്ടത്തിരിഞ്ഞ് എയിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൂടി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താണ്? S equal to 0. ഡിസ്പ്ലേസ്മെന്റ് equal to 0. കാരണം എന്താണ്? The object returns to its starting point. അത് അതിന്റെ തുടങ്ങിയ സ്ഥലത്തോട്ട് തന്നെ വന്നെത്തി. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഈ കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതൊക്കെയാണ്? V equal to u plus at, v square equal to u square plus 2as, s equal to ut plus half at square. ഇതിൽ ഈ തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്?
എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. സോ അത് നമുക്ക് ഉപയോഗിക്കാം. സോ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എത്രയാണ്? 0 ആണ്. യു എത്രയാണ്? യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ യു ഇൻറ്റു ടിയുടെ വാല്യൂ ടൈം എത്രയാണ്? 12 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു എ ആക്സിലറേഷന്റെ വാല്യൂ -4 ആണ്. സോ -4 ഇൻറ്റു ടൈം എത്രയാണ്? 12. സോ 12 സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? 12 സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തെടുക്കാലോ. സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഈക്വൽ ടു 12u പ്ലസ് ഇതൊന്ന് ക്യാൻസൽ ചെയ്താൽ നമുക്ക് വരും. ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് 1/2 ഇൻറ്റു -4 ഇൻറ്റു 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 ആണ്. 12ന്റെ സ്ക്വയർ 144 ആണ്. ക്യാൻസൽ ചെയ്യാലോ? ക്യാൻസൽ ചെയ്യാം. നമുക്ക് 2 -4 ക്യാൻസൽ ചെയ്താൽ -2 എന്ന് വരും. 2 -4 ക്യാൻസൽ ചെയ്താൽ -2 എന്ന് വരും. ഞാൻ ഈ ഗിവൺ ഡാറ്റാസ് ഒക്കെ വായിച്ചു കളയാണ്. ഫൈൻ. ദെൻ ഈക്വൽ ടു 0 ഈക്വൽ ടു 0 ഈക്വൽ ടു 12u പ്ലസ് -2 ഇൻറ്റു 144 -288. സോ -288 എന്ന് വരും. -288. ഇതിൽ നിന്ന് യു കണ്ടുപിടിക്കാലോ. യു വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഈ നെഗറ്റീവ് ടേമിനെ ഞാൻ ഈക്വൽ ടു ഈ സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. സോ 288 ഈക്വൽ ടു 12u. 288 ഈക്വൽ ടു 12u എന്ന് കിട്ടും. Therefore, initial velocity u equal to 288 divided by 12. 288 divided by 12. കിട്ടിക്കാലോ. 28ല് 2 തവണ 24, ബാക്കി 4 ഉണ്ട്. 48ല് 4 തവണ ഈക്വൽ ടു 24 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 24 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് എത്ര കിട്ടി? 24 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആണ്. ഏത് ഇക്വേഷൻ ആണ് നമുക്ക് ഓരോ പ്രോബ്ലത്തിലും ഉപയോഗിക്കേണ്ടെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങളാണ് പരീക്ഷ എഴുതുന്നത്. ഈ 3 എണ്ണത്തിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കാന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം ചോദ്യത്തിൽ ഉണ്ടാവും. നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. 5ാമത്തെ ചോദ്യം ബോർഡിൽ വൃത്തിയായിട്ട് എഴുതി തന്നിട്ടുണ്ട്. A car accelerating on a straight road from rest to a velocity 180 km/h in 25 seconds, assuming uniform acceleration throughout the motion of the car. Find the displacement covered in this time. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത് വൃത്തിയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് കവർ. ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം നമുക്കൊരു ചോദ്യം കാണുമ്പോൾ നമ്മൾ എന്താണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഗിവൺ ഡാറ്റ മനോഹരമായി എഴുതണം. അപ്പൊ ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കണ്ടേ. എ കാർ ആക്സിലറേറ്റിംഗ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. റെസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ടു എ വെലോസിറ്റി 180 km/h. റെസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താണ് ഏത് വെലോസിറ്റിക്ക് എത്തിയിരിക്കുന്നത്? 180 km/h എത്തി. സോ വി ഈക്വൽ ടു 180 km/h. കൺവേർട്ട് ചെയ്യണ്ടേ? കൺവേർട്ട് ചെയ്യണം. ഈക്വൽ ടു 180 ഇൻറ്റു ഏതിലോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. സോ 5/18 വെച്ച് ഗുണിക്കണം. 18ഉം 180ഉം 10 തവണ 10 ഇൻറ്റു 5 50. അപ്പൊ 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. അടുത്തത് ഇൻ 25 സെക്കൻഡ് സമയം തന്നിട്ടുണ്ട്. 25 സെക്കൻഡ് എന്ന് സമയം തന്നിട്ടുണ്ട്. അസ്യൂമിങ് യൂണിഫോം ആക്സലറേഷൻ ത്രൂ ഔട്ട് ദ മോഷൻ. ആക്സലറേഷൻ യൂണിഫോം ആണ്. അതവിടെ നിന്നോട്ടെ. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ ദ കാർ. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന് എന്തൊക്കെ ഡാറ്റാസ് നമുക്ക് ഉപയോഗിക്കാം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് ഇവിടെ ഉപയോഗിക്കാം? സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് എ ടി ഒന്നാമത്തെ ഇക്വേഷൻ, v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as രണ്ടാമത്തെ, മൂന്നാമത്തെ s ഈക്വൽ ടു u ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? സോ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് വൃത്തിയായിട്ട്? s ഈക്വൽ ടു u ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as, v ഈക്വൽ ടു u പ്ലസ് എ ടി. ഇതിനകത്ത് ആക്സിലറേഷൻ അവർ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ആദ്യം ഇനീഷ്യലി നമുക്കൊന്ന് ആക്സിലറേഷൻ കണ്ടുപിടിച്ചാലോ? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. കാരണം ഈ ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യം. s ഈക്വൽ ടു u ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷെ അതിനകത്ത് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. സോ തുടക്കത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാലോ? ഉപയോഗിക്കാം. അതായത് v ഈക്വൽ ടു u പ്ലസ് എ ടി നമുക്ക് ഉപയോഗിക്കാം. v എത്രയാണ്? v നമുക്കറിയാം 50 ആണെന്ന് അറിയാം. സോ 50 ഈക്വൽ ടു u ഇനീഷ്യൽ വെലോസിറ്റി 0 പ്ലസ് a ഇൻറ്റു ടി. ടൈം എത്രയാണ്?
ടൈം ഈക്വൽ ടു 25 സെക്കൻഡ്. 25 സെക്കൻഡ് എന്ന് നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം, ആക്സിലറേഷൻ ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. Therefore A equal to 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാലോ. ഇനി കണ്ടുപിടിക്കാം. ഇക്വേഷൻ S equal to ut plus half at square. S equal to ut plus half at square. S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ഇൻറ്റു ടി എത്രയാണ്, 25 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാണ്, 2 ആണ്, ടി എത്രയാണ്, ടൈം ഈക്വൽ ടു 25 സെക്കൻഡ്. സോ 25 സ്ക്വയർ ഇടാം, മറക്കരുത്, സ്ക്വയർ ഇടണം. അപ്പൊ S ഈക്വൽ ടു 0 ഇൻറ്റു എനിത്തിങ് 0 ആണ്. ഈ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 25ന്റെ സ്ക്വയർ മാത്രമേ ഉള്ളൂ. സോ S ഈക്വൽ ടു 25ന്റെ സ്ക്വയർ എത്രയാണ്, കാൽക്കുലേറ്റർ കയ്യിലുണ്ട്, 625 മീറ്റർ. S ഈക്വൽ ടു 625 മീറ്റർ. ഫൈനൽ ആൻസർ കിട്ടിയില്ലേ? പുഷ്പം പോലെ കിട്ടി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നേരിട്ട് ചില ഡാറ്റാസ് തന്നിട്ടില്ലെങ്കിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, തരാത്ത ഡാറ്റ കണ്ടുപിടിക്കാം, എന്നിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ചോദ്യത്തിൽ കണ്ടുപിടിക്കാനുള്ള ഫൈനൽ ടേം കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ 3 ഇക്വേഷൻസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ 6ാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. 6th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഈ ചോദ്യങ്ങളെല്ലാം ഞാനിപ്പോൾ ചെയ്ത എല്ലാ ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതായത് ഞാൻ ജസ്റ്റ് വാല്യൂസ് റാൻഡംലി കൊടുത്തിട്ട് തരുന്ന ചോദ്യങ്ങളല്ല, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഓക്കെ. എ ബുള്ളറ്റ് ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി 16 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ബുള്ളറ്റ് 16 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്യാണ്. പെനിട്രേറ്റ് ഇൻ എ വുഡൻ ബ്ലോക്ക് ആൻഡ് കംസ് ടു റെസ്റ്റ്. ഒരു മരത്തടിയിലൂടെ കടന്നു പോയിട്ട് റെസ്റ്റിലോട്ട് വന്നു. ഇൻ 0.4 മീറ്റർ. അത് സഞ്ചരിച്ച ദൂരം എത്രയാണ്, 0.4 മീറ്റർ ആണ്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ഡ്യൂറിംഗ് ദ റിട്ടാർഡേഷൻ. ആ ഒരു എത്ര സമയം എടുത്തിട്ടാണ് അത് റെസ്റ്റിലോട്ട് വന്നത്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ഡ്യൂറിംഗ് റിട്ടാർഡേഷൻ. സമയമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫൈൻഡ് ദ ടൈം ടേക്കൺ. അപ്പൊ ആദ്യം ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ഗിവൺ ഡാറ്റ. എന്തൊക്കെ തന്നിട്ടുണ്ട്, ബുള്ളറ്റിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്രയാണ്, ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി തന്നെയാണ് തന്നിരിക്കുന്നത് കേട്ടോ, അത് മാറിപ്പോകരുത്. U ഈക്വൽ ടു 16 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ആണ് വന്നിരിക്കുന്നത്. പെനിട്രേറ്റ് എ വുഡൻ ബ്ലോക്ക് ആൻഡ് കംസ് ടു റെസ്റ്റ്. അതെന്ത് ചെയ്യുന്നു, റെസ്റ്റിലോട്ട് വരുന്നു. കംസ് ടു റെസ്റ്റ് ഞാൻ പറഞ്ഞു തുടക്കത്തിനകത്ത്. കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് കൊടുക്കുക. ഇൻ 0.4 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് 0.4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ഡ്യൂറിംഗ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എത്ര ടൈം എടുത്തു, ടൈം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ആദ്യം നമുക്ക് നേരിട്ട് സമയം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അറിയണം. സോ ഇക്വേഷൻ V ഈക്വൽ ടു U പ്ലസ് AT, V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇതൊക്കെയാണ് നമ്മുടെ ഫോർമുലാസ്, നമുക്ക് അറിയാവുന്ന ഫോർമുലാസ്. സോ ഇത് ഉപയോഗിച്ച് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആദ്യം അറിയണം. ടൈം നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയണം. ടൈം നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ചെയ്യുക, സാധാരണഗതിയിൽ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ടൈം നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുക. സോ ഏത് തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ ഈ 3ാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. 3ാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇത് ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? പറ്റില്ല. ഈ ഞാൻ ഇപ്പൊ ചെയ്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ടൈം ഉണ്ട്, ഇതിനകത്ത് ആക്സിലറേഷൻ ഉണ്ട്. രണ്ടും നമുക്ക് അറിയാത്ത ക്വാണ്ടിറ്റീസ് ആണ്. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ആക്സിലറേഷൻ മാത്രമേ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി ഉള്ളൂ. സോ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ക്ലിയർ അല്ലേ? V എത്രയാണ്, 0 ആണ്. 0 ഈക്വൽ ടു U എത്രയാണ്, 16 ആണ്. 16 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ നമുക്കറിയില്ല. 2 ഇൻറ്റു A ഇൻറ്റു 0.4. ഡിസ്പ്ലേസ്മെന്റ് 0.4 ആയതാണ്. അങ്ങനെ ക്ലിയർ അല്ലേ? അപ്പൊ 0 ഈക്വൽ ടു 16ന്റെ സ്ക്വയർ എത്രയാണ്, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കൂ. 256 പ്ലസ് 2 ഇൻറ്റു 0.4 എത്രയാണ്, 0.8 ആണ്. അപ്പൊ 0.8A എന്ന് എഴുതാം. 0.8A എന്ന് എഴുതാം.
Therefore, acceleration equal to minus 256 divided by 0.8 എന്ന് വരും equal to minus 320 equal to minus 320 യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് കിട്ടി. കാരണം ഇതിനകത്ത് നമുക്ക് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇപ്പൊ ഇതിലാണെങ്കിലും ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആക്സിലറേഷൻ വേണം. സോ നമുക്ക് എന്ത് വേണം? ആക്സിലറേഷൻ കണ്ടുപിടിച്ചു നമ്മൾ എത്രയാണ്? a equal to minus 320 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ആക്സലറേഷൻ എപ്പോഴും പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. റിട്ടാർഡേഷൻ ആവാം, സ്പീഡ് കുറഞ്ഞിട്ട് ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ ആണ് അവർ പറയുന്നുണ്ട് ചോദ്യത്തിൽ തന്നെ. അതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്? മൈനസ് വന്നിരിക്കുന്നത്. സോ ആക്സലറേഷന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സമയം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം, അതർവൈസ് ഈ ഫോർമുല ഉപയോഗിക്കാം. ഏറ്റവും സിമ്പിൾ ഏതാണ്? പോളത്തി അല്ലേ? പോളത്ത് ഉപയോഗിക്കാം. v equal to u plus at. v 0 ആണ്, u എത്രയാണ്? 16 ആണ്. ആക്സിലറേഷൻ മൈനസ് 320 ആണ്. മൈനസ് 320 ഇൻറ്റു ടി. മൈനസ് 320 ഇൻറ്റു ടി. ക്ലിയർ അല്ലേ? സോ ഈ 16 അല്ല, ഈ ഒരു ടേമിനെ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 320 ടി ഈക്വൽ ടു 16 എന്ന് വന്നു. 320 ടി ഈക്വൽ ടു 16 മൈനസ് 320 ടീനെ ഈക്വൽ ടു ഇപ്പുറം കൊണ്ടുപോയി പോസിറ്റീവ് ആയി. Therefore t equal to 16 divided by 320. t equal to 16 by 320 equal to value 0.05 unit second. Time equal to 0.05 second. വളരെ സിമ്പിൾ ആണ്. എനിക്ക് ഇവിടെ തെറ്റ് പറ്റുന്നില്ല ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഏത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാൻ പാടില്ല. സോ നിങ്ങൾക്ക് ഈ ഫോർമുലാസ് എല്ലാം ക്ലിയർ ആയിരിക്കണം. തെറ്റ് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഈ വാല്യൂ അറിയില്ലെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് പുതിയത് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യും. എന്നാൽ കൂടി പ്രോപ്പർ ആയിട്ട് ഒരു വൃത്തിയായിട്ട് മൈൻഡ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുക. യൂണിറ്റ് ഇടാൻ മറക്കരുത്. അവസാനം വെറുതെ 0.05 എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടില്ല. അര മാർക്കെങ്കിലും ടീച്ചർ അന്തസ്സായി കുറയ്ക്കും. സോ സെക്കൻഡ് ഇടാൻ വൃത്തിയായിട്ട് മറക്കാതെ സെക്കൻഡ് ഇടാം. നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. 7th ക്വസ്റ്റ്യൻ. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് ഒരു ചെറിയൊരു കിളി കത്തുന്നുണ്ട് അല്ലേ? ശരിയാണ്, കിളി പോകുന്നില്ല. ഞാൻ കുറെ നേരം നോക്കി, കിളി പോകുന്നില്ല. അതുകൊണ്ട് ആ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. എന്നാൽ നമുക്ക് നോക്കാം, കാര്യം മനസ്സിലാക്കുക. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് വെലോസിറ്റി 72 km/h ഈസ് ബ്രോട്ട് ടു എ റെസ്റ്റ് within a distance of 100 meters. What is the retardation of the car and how long it take to stop? ഇതാണ് ചോദ്യം. മലയാളത്തിൽ പറഞ്ഞുതരാം. ഒരു കാറ് ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ വെലോസിറ്റി എത്രയാണ്? 72 km/h ആണ്. ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്. അത് റെസ്റ്റിലോട്ടാണ് വരുന്നത്. അവസാനം എങ്ങോട്ടാണ് വരുന്നത്? റെസ്റ്റിലോട്ടാണ് വരുന്നത്. വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. എത്ര ദൂരം സഞ്ചരിച്ചു? 100 മീറ്റർ ദൂരം അത് സഞ്ചരിച്ചു. What is the retardation of the car and how long it take to stop? What is the retardation means എന്താ അവർ പറയുന്നത്? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സമയം how long it take എന്ന് പറഞ്ഞാൽ സമയവും കണ്ടുപിടിക്കണം. സോ ഒരു ചോദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? ഗിവൺ ഡാറ്റാസ് നമ്മൾ എടുത്തെഴുതും അല്ലേ? ഇവിടെ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാലോ. ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി u എത്രയാണ്? 72 km/h ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 72 ഇൻറ്റു 5/18 എന്ന് വരും. 72 ഇൻറ്റു 5/18 വെട്ടിക്കളയാലോ. 4 തവണ ഈക്വൽ ടു 20 m/s എന്ന് വരും. 20 m/s എന്ന് വരും. അടുത്ത ഡാറ്റാസ് എന്താണ്? ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം ഇറ്റ് കംസ് ടു റെസ്റ്റ് എന്നാണ് പറയുന്നത്. വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. സോ ഡിസ്റ്റൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്ര കൊടുക്കാം? 100 മീറ്റർ എന്ന് കൊടുക്കാം. What is the retardation of the car? Retardation അഥവാ A ആണ് കണ്ടുപിടിക്കുന്നത്. then ടൈമും ടിയും കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഡാറ്റാസ് ഉപയോഗിച്ച് നമ്മുടെ ഫോർമുലാസ് എഴുതി വെക്കാം. v equal to u plus at, v square equal to u square plus 2as, then next one equal to s equal to ut plus half at square. ഇതാണ് നമ്മുടെ ഫോർമുലാസ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. സോ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഏത് ഫോർമുലയാണ് ആവശ്യം? സാധാരണഗതിയിൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കാറ് അല്ലേ? അപ്പൊ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്ന് കൊടുക്കാം. v എന്ന് പറഞ്ഞാൽ 0 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. 0 ഈക്വൽ ടു u എത്രയാണ്? u നെ കൺവേർട്ട് ചെയ്തു. 20 സ്ക്വയർ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ അറിയില്ല, ഡിസ്പ്ലേസ്മെന്റ് 100 ആണ്. ക്ലിയർ അല്ലേ? സിംപ്ലിഫൈ ചെയ്താൽ 400 പ്ലസ് 2 into 100 200 200a equal to 0. 400 plus 200a equal to 0. 200a ഇപ്പുറത്ത് കൊണ്ടുപോയാൽ മൈനസ് 200a equal to 400 എന്ന് വരും.
therefore a equal to minus 400 or 400 divided 200 എന്ന് വരും equal to minus 2 meter per second square എന്ന് വരും. നിങ്ങൾക്ക് എങ്ങനെ വേണം റീഅറേഞ്ച് ചെയ്യാം. അതായത് a equal to minus 200 താഴെ പോയി വെച്ചാൽ minus 400 by 200 എന്ന് എഴുതാം, 400 by minus 200 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ഉത്തരം എത്രയാണ്? minus 2 meter per second square ആണ്. കാൽക്കുലേറ്റർ ഉണ്ട്, അന്തസ്സായിട്ട് ചെയ്യാം. സോ a ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? എത്രയാണ്? minus 2 meter per second square. റിട്ടാർഡേറ്റഡ് എന്ന് പറയാൻ കാരണം നെഗറ്റീവ് വരും, ഉറപ്പിച്ചോളൂ. പോസിറ്റീവ് വന്നാൽ നിങ്ങൾ ചെയ്ത് തെറ്റാണ്, വേറെ ഒന്നുമില്ല. സോ നെഗറ്റീവ് വരണം. അടുത്തത് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആക്സലറേഷൻ കിട്ടി. അടുത്ത സമയം കണ്ടുപിടിക്കണം. സമയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആയിട്ട് ആദ്യത്തെ ഫോർമുല v equal to u plus at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. യുവിന്റെ വാല്യൂ 20 ആണ്. a ആക്സലറേഷൻ കിട്ടി -2 into t. ആക്സലറേഷൻ കിട്ടി -2 into t. അപ്പൊ ഈ -2t ഇപ്പുറത്ത് കൊണ്ടുപോയാൽ 2t ആവും. 2t equal to 20, t equal to 20/2 equal to 10 സെക്കൻഡ്. ടൈം എത്ര കിട്ടി? 10 സെക്കൻഡ് എന്ന് കിട്ടി. സോ വളരെ സിമ്പിൾ ആണ്. 3 ഫോർമുല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻസർ കിട്ടും. യൂണിറ്റ് കൺവേർഷൻ ഉണ്ട്. യൂണിറ്റ് കൺവേർഷൻ മറക്കരുത്. 5/15 വെച്ച് നമ്മൾ ഗുണിക്കുന്നത് മറക്കരുത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. സോ ഓൾമോസ്റ്റ് ഈ ഒരു മോഡലുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചാൽ മതി. കാരണം മിക്കവാറും ചോദ്യ പേപ്പറിൽ ഈ ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. സോ ഈ ചോദ്യങ്ങളെല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. സപ്പോസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം, നമ്പറിലൂടെ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ക്ലിയർ ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രൊവൈഡഡ് ആണ്. നിങ്ങൾ അതും ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.